ഹായ്, മല്ലു ബുക്ക് സ്റ്റേഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതിൻ. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഏറെ ഇഷ്ടമാണ്. ഈ യൂട്യൂബ് ചാനലിലൂടെ നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും നിങ്ങളിൽ നിന്ന് നല്ല പുസ്തകങ്ങളുടെ റെക്കമെൻഡേഷൻസ് എനിക്ക് ലഭിക്കുവാനും ഈ ചാനലിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുസ്തകങ്ങളുടെ പേര് പരാമർശിക്കുന്നതിനൊപ്പം ഞാൻ അതിൻ്റെ കഥയെപ്പറ്റിയും ചെറുതായി സൂചിപ്പിക്കാം. പക്ഷേ അതിൽ സ്പോയിലേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ 100% ഉറപ്പു തരുന്നു. ജൂൺ മാസം ഞാൻ വായിച്ച 10 പുസ്തകങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകളാണ് ജൂൺ മാസം ഞാൻ വായിച്ച ആദ്യത്തെ പുസ്തകം. ഈ കഥയിലെ പ്രധാന കഥാപാത്രം രഘു എന്ന IAS ഉദ്യോഗസ്ഥനാണ്. ഒരു സാധു മനുഷ്യൻ. അമ്മയും ഭാര്യയും 2 കുട്ടികളുമായി നഗരത്തിൽ താമസിക്കുന്നു. രഘുവിന് 2 സഹോദരിമാരാണുള്ളത്, അമ്മുലുവും ലക്ഷ്മിയും. ഇവർ 2 പേരും താമസിക്കുന്നത് രഘു ജനിച്ചു വളർന്ന ഗ്രാമത്തിലാണ്. രഘുവിന്റെ സ്വഭാവത്തിനും അഭിരുചികൾക്കും നേർ വിപരീതമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതയുടേത്. വളരെ മോഡേൺ കാഴ്ചപ്പാടുള്ള ഗീതയ്ക്ക് തന്റെ കൂട്ടുകാരികളുടെ വീടുമായി താരതമ്യം ചെയ്യുമ്പോൾ നഗരത്തിലെ അവരുടെ വീട് വളരെ ചെറുതാണ് എന്നുള്ള തോന്നൽ കലശമായി. അതുകൊണ്ട് തന്നെ നിരന്തരം രഘുവിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പുതിയ ഒരു വീട് വെക്കാൻ. ആദ്യമൊക്കെ ഈ ആവശ്യം നിരസിച്ചെങ്കിലും പിന്നീട് രഘുവിന് ഗീതയുടെ മുൻപിൽ കീഴടങ്ങേണ്ടി വന്നു. ഗീതയുടെ ആഗ്രഹത്തിനൊത്ത വീട് പണിയാൻ തന്റെ കാശില്ല എന്ന വാസ്തവം രഘു പറഞ്ഞപ്പോൾ കുടുംബ സ്വത്തായി കിട്ടിയ വീടും പറമ്പും വിൽക്കണമെന്നതായിരുന്നു ഗീതയുടെ മറുപടി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഈ ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പുറപ്പെടുന്ന രഘുവിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. നാട്ടിലെത്തിയ രഘുവിന് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. തന്റെ ബാലകാല ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീടും പറമ്പും വിൽക്കാൻ രഘുവിന് സാധിച്ചോ? എന്തായിരുന്നു രഘു അവസാനം തീരുമാനിച്ചത്? ഇതിനൊക്കെയുള്ള ഉത്തരം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിച്ചിരിക്കണം. സ്നേഹബന്ധങ്ങളെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയുമൊക്കെയാണ് എഴുത്തുകാരൻ നമ്മളോട് സംസാരിക്കുന്നത്. അസ്വസ്ഥമായ മനസ്സിനെ പോലും ശാന്തമാക്കാൻ കെൽപ്പുള്ള പുസ്തകമാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ. മാത്യു റെയ്ലയുടെ ഐ സ്റ്റേഷൻ എന്ന പുസ്തകമാണ് ഞാൻ രണ്ടാമത് വായിച്ചത്. മാത്യു റെയ്ലെ എന്ന എഴുത്തുകാരന്റെ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നല്ല ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമ കണ്ട പ്രതീതിയാണ് ലഭിക്കുന്നത്. ത്രില്ലർ മനോഭാവമുള്ള ആക്ഷനും ട്വിസ്റ്റും വേണ്ടുവോളം അടങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരു വായനക്കാരനിൽ സൃഷ്ടിക്കുന്ന ആകാംക്ഷ പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല. ഐ സ്റ്റേഷൻ എന്ന ഈ നോവലിന്റെ പ്രധാന ലൊക്കേഷൻ അന്റാർട്ടിക്കയാണ്. അവിടെ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കുറച്ച് അമേരിക്കൻ സയന്റിസ്റ്റുകളെ കാണാതെയാകുന്നു. അവരെ പറ്റി അന്വേഷിക്കാനായി US മറൈൻ ഫോഴ്സിന്റെ ക്യാപ്റ്റനായ ഷെയ്ൻ സ്കോഫീൽഡും സംഘവും പുറപ്പെടുന്നു. പക്ഷെ അവരറിയുന്നില്ല അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ അപകടമാണ് അവിടെ അവരെ കാത്തിരിക്കുന്നത് എന്നത്. ഈ കഥയിലൂടെ ക്യാപ്റ്റൻ ഷെയ്ൻ സ്കോഫീൽഡിന്റെ ആരാധകനായി നിങ്ങൾ മാറുമെന്നതിൽ എനിക്ക് ഒരു വിധത്തിലുള്ള സംശയവുമില്ല. കാരണം തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്തു വില കൊടുത്തും പൂർത്തീകരിക്കുവാനും തന്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരുടെ ജീവന് ഒരപായവും വരുത്താൻ അനുവദിക്കാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് ക്യാപ്റ്റൻ ഷെയ്ൻ സ്കോഫീൽഡ്. നല്ല കഥയും ആക്ഷൻ രംഗങ്ങളും അടങ്ങിയ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും മാത്യു റെയ്ലയുടെ പുസ്തകങ്ങൾ വായിച്ചിരിക്കണം, പ്രത്യേകിച്ച് ഐ സ്റ്റേഷൻ. സുദീപ് നഗാർക്കറിന്റെ ദ സീക്രട്സ് വി കീപ്പ് ആണ് ഞാൻ വായിച്ച 3ാമത്തെ പുസ്തകം. ഈ കഥയുടെ മെയിൻ കഥാപാത്രങ്ങൾ രാഹുൽ എന്ന ഇന്റലിജൻസ് ഓഫീസറും അയാളുടെ മേലുദ്യോഗസ്ഥനായ മേജറുടെ മകൾ അകൃതിയും. ദുരൂഹ സാഹചര്യത്തിൽ ഒരു ദിവസം അകൃതി മിസ്സിംഗ് ആകുന്നു. തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഈ കഥയിലുടനീളം പറയുന്നത്. സസ്പെൻസും റൊമാൻസും ഇവ രണ്ടും ചേർന്ന ഫോർമുലയാണ് എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയില്ല. കാരണം ഒരു വായനക്കാരനിൽ ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും കൊണ്ടുവരാൻ ഈ പുസ്തകത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയമായി ഞാൻ കണക്കാക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ഇല്ലാത്ത ഈ പുസ്തകം വായിച്ചു തീർക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഈ പുസ്തകം മോശമായിരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് സുദീപ് നഗാർക്കർ എന്ന എഴുത്തുകാരനെ എഴുതി തള്ളാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. കാരണം ഒരു എഴുത്തുകാരനെ പറ്റി ഒരു അഭിപ്രായത്തിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ 2-3 പുസ്തകങ്ങളെങ്കിലും വായിച്ചിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ അടുത്ത പുസ്തകവും അദ്ദേഹത്തിന്റെ തന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. സുദീപ് നഗാർക്കറുടെ തന്നെ ഫ്യൂ തിങ്സ് ലെഫ്റ്റ് അൺസെഡ് എന്ന പുസ്തകമാണ് ഞാൻ 4ാമത് വായിച്ചത്. എഞ്ചിനീയറിംഗിനോട് തീരെ താല്പര്യമില്ലാഞ്ഞിട്ടും എഞ്ചിനീയറിംഗിൽ ചേരേണ്ടി വന്ന ആദിത്യ എന്ന യുവാവും ആ കോളേജിൽ വെച്ച് പരിചയപ്പെട്ട റിയ എന്ന പെൺകുട്ടിയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവർ 2 പേരും തമ്മിലുള്ള സൗഹൃദത്തെപ്പറ്റിയും പ്രണയത്തെപ്പറ്റിയും യാദൃശികമായിട്ട് അവർക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെ പറ്റിയുമൊക്കെയാണ് എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. സുദീപ് നഗാർക്കറിന്റെ ആദ്യത്തെ പുസ്തകം എന്നെ ഏറെ നിരാശപ്പെടുത്തിയപ്പോൾ ഈ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇൻട്രസ്റ്റോടുകൂടി തന്നെ ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് റൊമാൻറ്റിക് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ ഇതിലെ കഥ ക്ലീശയായി തോന്നിയേക്കാം. പക്ഷെ ക്ലീശയാണെങ്കിലും സാരമില്ല, നല്ല കഥയായാൽ മതി എന്നുള്ള ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
ഷഹീൻ ഭട്ടിന്റെ ഐ ഹാവ് നെവർ ബീൻ അൺഹാപ്പിയർ എന്ന പുസ്തകമാണ് ഞാൻ അടുത്തതായി വായിച്ചത്. വളരെ യാദൃശികമായിട്ടാണ് ഈ പുസ്തകം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഷഹീൻ ഭട്ട് എന്ന എഴുത്തുകാരിയെ എനിക്കറിയില്ലായിരുന്നു. എങ്കിലും 100-ൽ കുറവ് പേജസ് ഉള്ള ഈ പുസ്തകം പെട്ടെന്ന് വായിച്ചു തീർക്കാമല്ലോ എന്ന് കരുതിയാണ് വായിച്ചു തുടങ്ങിയത്. നോൺ ഫിക്ഷൻ ജോണറിൽ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ മികച്ച ഒന്നായി എനിക്ക് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ പുസ്തകത്തെ പറ്റി പറയും മുൻപ് ഷഹീൻ ഭട്ട് എന്ന എഴുത്തുകാരിയെ പറ്റി ഞാൻ പറയാം. ബോളിവുഡിലെ പ്രശസ്ത സംവിധായകനായ മഹേഷ് ഭട്ടിന്റെ മകളും പ്രമുഖ നടിയായ ആലിയ ഭട്ടിന്റെ ചേച്ചിയുമാണ് ഷഹീൻ ഭട്ട്. ഈ പെൺകുട്ടി 17 വർഷത്തോളം ഡിപ്രഷന്റെ പിടിയിലായിരുന്നു. ഈ പുസ്തകത്തിൽ അവരുടെ മുഴുവൻ അനുഭവങ്ങളും തുറന്നു പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ഡിപ്രഷൻ? ഡിപ്രഷനിലായ ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു, എങ്ങനെ അതിനെയൊക്കെ മറികടക്കാം എന്നീ 3 കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആർക്കു വേണേലും വരാവുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെ ഈ ശത്രുവിനെ പറ്റി ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതിന് ഈ പുസ്തകം നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഷിക എന്ന എഴുത്തുകാരിയുടെ ഹി ഫിക്സ് ദ മാച്ച് ഷീ ഫിക്സ്ഡ് ഹിം എന്ന പുസ്തകമാണ് ഞാൻ അടുത്തതായി വായിച്ചത്. ഞാൻ വായിച്ചിട്ടുള്ള റൊമാൻറ്റിക് പുസ്തകങ്ങളിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് പുസ്തകമാണിത്. ശ്രേയയും കുനാലുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. മുംബൈയിലെ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഓണറായ കുനാലും ഡൽഹിയിലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ശ്രേയ എന്ന പെൺകുട്ടിയുമായിട്ടുള്ള അറേഞ്ച് മാരേജിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. യാതൊരു മുൻപരിചയവും ഇല്ലാതെ 2 സ്ഥലങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചവരാണ് ശ്രേയയും കുനാലും. പക്ഷെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ കുനാൽ എന്ന വ്യക്തിയിൽ ചില മാറ്റങ്ങൾ ശ്രേയയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ശരിക്കും ആരാണ് കുനാൽ? ഇവർ തമ്മിൽ മുൻപരിചയമില്ല എന്നത് സത്യമാണോ? അതിനൊക്കെയുള്ള ഉത്തരം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രതികാരവും റൊമാൻസും വളരെ മികച്ച രീതിയിൽ എഴുതി ചേർത്ത ഈ പുസ്തകം തീർച്ചയായും വായിക്കണം. പ്രീതി ഷെനോയിയുടെ വേക്കപ്പ് ലൈഫ് ഈസ് കോളിംഗ് ആണ് ഞാൻ വായിച്ച 7ാമത്തെ പുസ്തകം. പ്രീതി ഷെനോയി എന്ന പ്രശസ്ത എഴുത്തുകാരിയുടെ ഒരു പുസ്തകം വായിക്കണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഈ പുസ്തകം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അങ്കിത എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അങ്കിതയുടെ ഒരു അപകടകാരിയായ ശത്രുവാണ് അവളുടെ തന്നെ സ്വന്തം മനസ്സ്. എന്തോ ചില ദുഷിച്ച ചിന്തകളാണ് അവളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത് അവരെ 2 സൂയിസൈഡ് അറ്റംപ്റ്റിൽ എത്തിച്ചെങ്കിൽ പ്രശ്നത്തിന്റെ കാഠിന്യം ഊഹിക്കാമല്ലോ. ഒരു സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന അങ്കിതയ്ക്ക് അത് സാധ്യമാകുമോ? എന്താണ് ശരിക്കും അങ്കിതയെ വേട്ടയാടിക്കൊണ്ടിരുന്നത്? ഇതിനൊക്കെയുള്ള ഉത്തരം കണ്ടെത്താൻ തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തകർന്നു പോകരുതെന്നും അതിൽ നിന്ന് എങ്ങനെ മുൻപോട്ട് നന്നായി ജീവിക്കാം എന്നൊക്കെയാണ് ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരി നമ്മളോട് സംസാരിക്കുന്നത്. പെൺകുട്ടികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് വേക്കപ്പ് ലൈഫ് ഈസ് കോളിംഗ്. അഗത ക്രിസ്റ്റിയുടെ അപ്പോയിന്റ്മെന്റ് വിത്ത് ഡെത്ത് ആണ് ഞാൻ വായിച്ച 8ാമത്തെ പുസ്തകം. അഗത ക്രിസ്റ്റി എന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന എഴുത്തുകാരിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. സിറിയൻ ഡെസേർട്ടിലെ പെട്ര എന്ന നഗരത്തിൽ ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ എത്തിയിരിക്കുന്നു. അതിലൊരാളാണ് നമ്മുടെ കഥയിലെ നായകനായ ഡിറ്റക്റ്റീവ് ഹെർക്കുൾ പോയ്റോയും. അവിടെ വെച്ചൊരു കൊലപാതകം നടക്കുന്നു. അത് അന്വേഷിച്ച് കൊലയാളിയെ കണ്ടെത്താനായി പോയ്റോട്ട് മുമ്പോട്ട് വരുന്നു. 24 മണിക്കൂറിനുള്ളിൽ കൊലയാളിയെ കണ്ടെത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ആ കൊല്ലപ്പെട്ട വ്യക്തിയോട് ആ ടൂറിസ്റ്റുകളിലെ തന്നെ ഒരുപാട് പേർക്ക് പകയുണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ പോയ്റോയുടെ ജോലി കുറെ കൂടി കഠിനമാക്കുന്നു. പോയ്റോയിന് ആ കൊലയാളിയെ 24 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചോ? ആരായിരുന്നു ആ കൊലയാളി? എന്തായിരുന്നു കാരണം? ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം. അഗത ക്രിസ്റ്റിയുടെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ മികച്ച ഒന്നായി തന്നെ അപ്പോയിന്റ്മെന്റ് വിത്ത് ഡെത്തിനെ വിശേഷിപ്പിക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാർഗവി നിലയമാണ് ഞാൻ അടുത്തത് വായിച്ചത്. ഹൊറർ ജോണറിൽ ഉൾപ്പെടുന്ന ഈ പുസ്തകം മലയാളം ക്ലാസിക്സുകളിലെ മികച്ച ഒന്നായി തന്നെ വിശേഷിപ്പിക്കാം. ഭാർഗവി നിലയം എന്ന പ്രേതാലയത്തിലേക്ക് ഒരു വാടകക്കാരൻ വരുന്നു. ആളൊരു സാഹിത്യകാരനാണ്. ഈ ഭവനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മനസ്സിലാക്കാതെ അവിടെ താമസിക്കാൻ ഒരുങ്ങുന്ന സാഹിത്യകാരനെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഭാർഗവി എന്ന ദുരാത്മാവിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണവുമാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഹൊറർ ജോണറും ക്ലാസിക്കുകളും ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം. അഖിൽ പി ധർമ്മജന്റെ പൂജാ ബോർഡാണ് ഞാൻ വായിച്ച 10ാമത്തെ പുസ്തകം. വളരെ അപ്രതീക്ഷിതമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ട പുസ്തകമാണ് പൂജാ ബോർഡ്. കാനഡയിൽ മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്യുന്ന അലക്സ് കേരളത്തിൽ പ്രേതങ്ങളെ പറ്റിയുള്ള പഠനത്തിനായി എത്തുന്നു. തന്റെ ജോലിയുടെ ആവശ്യത്തിനായി വാടകയ്ക്ക് താമസിക്കാൻ എടുത്ത വീട് ഒരു പ്രേതാലയമാണ്. കേരളത്തിൽ അധികം പരിചയക്കാരില്ലാത്ത അലക്സ് ബിനോയ് എന്ന ചെറുപ്പക്കാരനുമായി സൗഹൃദത്തിലാകുന്നു. ആ വീട് താമസയോഗ്യമല്ലെന്നും അവിടെ താമസിച്ച മുൻ വാടകക്കാർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ബിനോയ് അലക്സിന് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ അലക്സ് അതെല്ലാം അവഗണിച്ച് അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നു. 7 ദുരാത്മാക്കൾ കൂടിയിരിക്കുന്ന ആ വീട്ടിൽ അലക്സിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ
തീർച്ചയായും ഈ പുസ്തകം വായിച്ചിരിക്കണം. അത്യാവശ്യം ഒരു മനുഷ്യനെ പേടിപ്പിക്കാനുള്ള കണ്ടന്റ് എല്ലാം അടങ്ങിയ ത്രില്ലടിച്ച് വായിക്കാവുന്ന പുസ്തകം തന്നെയാണ് അഖിൽ പി ധർമ്മജന്റെ ഓജ ബോർഡ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. പുസ്തകങ്ങളെ പറ്റിയുള്ള പുതിയ ഒരു വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരെ ബൈ.